നമസ്കാരം. നമ്മളിന്ന് 12-ാം ഭാവത്തെക്കുറിച്ച്, 12-ാം ഭാവത്തിൻ്റെ ദശയെക്കുറിച്ച്, 12-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു അജണ്ടയെക്കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ 12-ാം ഭാവം എന്ന് പറയുമ്പോൾ വ്യാഴം എന്നത് നാച്ചുറൽ സോഡിയാക്കിലെ 12-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ മഹാദശ വരുമ്പോഴും ഈ 12-ാം ഭാവത്തിൻ്റേതായിട്ടുള്ള, അതായത് മീനത്തിൻ്റേതായിട്ടുള്ള ഫലങ്ങളും ഈ വ്യാഴം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ച ആളാണെങ്കിലും വ്യാഴത്തിൻ്റെ മഹാദശ വരുമ്പോൾ ആ രണ്ട് രാശികളുടെ ആധിപത്യമുണ്ട്. അത് ധനു മീനവുമാണ്. ഇതിൽ 12 എന്നത് മീനമാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും തരും. കൂടാതെ നിങ്ങളുടെ ലഗ്നത്തിൽ നിന്ന് 12-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമാണെങ്കിലും 12-ാം ഭാവാധിപൻ്റെ ദശാകാലമാണെങ്കിലും ഇത് സൂര്യനിൽ നിന്ന് 12-ാം ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലത്തും അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് 12-ാം ഭാവത്തിൻ്റെ അധിപൻ്റെ ദശാകാലത്തും നിങ്ങളുടെ ആത്മകാരകത്തിൻ്റെ, കാരകാംശത്തിൻ്റെ, ചന്ദ്രൻ്റെ, അതുപോലെ ഏത് ഗ്രഹത്തിൻ്റെയും 12-ാം ഭാവത്തിലിരിക്കുന്ന ദശ, ഇതിലൊക്കെ ഇത് അപ്ലിക്കബിൾ ആണ്. അതായത് നമുക്ക് ഒരു ഗ്രഹത്തിനെയും തള്ളിക്കളയാനാകില്ല. നമുക്ക് ഈ ജീവിതകാലത്ത് ചില ദശകൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ആ ഗ്രഹങ്ങളുടെയൊക്കെ അന്തർദശകളും പ്രത്യന്തർദശകളും വരുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ഭാവത്തിലിരിക്കുന്ന, ഉദാഹരണത്തിന് നിങ്ങളുടെ 5-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയാണെന്ന് വിചാരിക്കുക. ആ ഗ്രഹത്തിൽ നിന്ന് 12-ൽ, അതായത് 4-ൽ ഇരിക്കുന്ന ഗ്രഹത്തിനും ചില കഥകൾ പറയാനുണ്ടാകും, ചില ഫലങ്ങൾ തരാനുണ്ടാകും. അതായത് ഒരു ഗ്രഹത്തിനെയും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഈ വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 12-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ, 12-ാം ഭാവത്തിൻ്റെ, കൂടാതെ ഇത് നിങ്ങൾക്ക് കേതുവിൻ്റെ ദശാകാലത്തും വ്യാഴത്തിൻ്റെ ദശാകാലത്തും കമ്പയർ ചെയ്ത് മനസ്സിലാക്കാവുന്നതുമാണ്. കാരണം കേതുവും കുറേയൊക്കെ ത്യാഗം, അതുപോലെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നഷ്ടം എന്നാണ്. പക്ഷെ ഒരിക്കലും ഒരു നഷ്ടം എന്ന് 12-ാം ഭാവത്തിൻ്റെ ദശാകാലങ്ങളെ പറയാൻ പാടില്ല. കാരണം മുക്തി തരിക എന്നത് മാത്രമാണ് ആ ഒരു ഭാവത്തിൻ്റെയും ആ ഭാവത്തിൻ്റെ അധിപൻ്റെയും ഉദ്ദേശ്യം എന്നത്. അതുതന്നെയാണ് കേതുവിൻ്റെ ദശാകാലങ്ങളിലും നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അന്തർദശകളിലാണെങ്കിൽ ചില സംഭവങ്ങൾ വേദന തരുന്നതായതുകൊണ്ട് നമുക്കത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും, അല്ലെങ്കിൽ നമുക്ക് അനിഷ്ടം തരുന്നത് കൊണ്ട് നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇവരെയൊക്കെ നമ്മൾ മോശം ഗ്രഹങ്ങളായിട്ട് കാണുന്നു. ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്, ഇതിനെ കുറച്ചുകൂടി വിശാല മനസ്ഥിതിയോടുകൂടി കാണേണ്ടതുണ്ട്. 12-ാം ഭാവം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് നഷ്ടഭാവമാണ്. അതായത് അവിടെ നമുക്ക് ലോസസ് ഉണ്ട്, നഷ്ടങ്ങളുണ്ട്. അതായത് നമ്മൾക്ക് നേരത്തെ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ദ്രിയ സുഖം തരുന്നത്, സുഖഭോഗങ്ങൾ തരുന്നത് നല്ലതാണെന്നും, ഇന്ദ്രിയ സുഖങ്ങൾ നമ്മളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത്, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തരുന്നത്, അതുപോലെ നമുക്ക് ധനനഷ്ടം തരുന്നതൊക്കെ മോശമാണെന്നുമുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ 12-ാം ഭാവത്തിൻ്റെ ദശ വരുമ്പോഴും, മീനത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശ, വ്യാഴത്തിൻ്റെ ദശയിലും ചില നഷ്ടങ്ങൾ വ്യാഴം കൊണ്ടുതരും. കാരണം ആ നഷ്ടം എന്നത് മുക്തിയാണ്. അപ്പോൾ അതിനെ നമുക്കൊരു നഷ്ടമായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇവിടെ 12-ാം ഭാവാധിപൻ എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെ മുക്തനാക്കാൻ വരുന്ന ഗ്രഹമാണ്. നിങ്ങളുടെ ജാതകത്തിൽ 12-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹം ശുഭഗ്രഹമാണെങ്കിൽ, അതുപോലെ ശുഭഗ്രഹത്തിൻ്റെ രാശിയുമാണെങ്കിൽ തീർച്ചയായിട്ടും കുറേയൊക്കെ നല്ല ഫലങ്ങൾ വരും. അതായത് പൂർവ്വജന്മത്തിൽ നിന്ന് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം, പിതൃക്കളുടെ കർമ്മഫലം, അത് നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയും. ഈ സമയം നിങ്ങളുടെ 12-ാം ഭാവം ഒരു പാപഗ്രഹത്തിൻ്റെ രാശിയാണെങ്കിൽ, ഒരു പാപഗ്രഹം അതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കുറച്ച് ടഫായിരിക്കും. കാരണം അവർ തരുന്ന അനുഭവങ്ങൾ എന്നത് നമുക്ക് കുറച്ച് സഹിക്കാൻ വിഷമമുള്ളതാണ്. ധനു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം കേതുവിൻ്റെ മഹാദശ വരികയാണെന്ന് വിചാരിക്കുക. 12-ാം ഭാവത്തിൽ കേതു ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ധനു ലഗ്നം വൃശ്ചികത്തിൽ, 12-ാം ഭാവം അവിടെ കേതു ഇരിക്കുകയാണ്. അപ്പോൾ വൃശ്ചികത്തിൻ്റെ ഒരു അധിപൻ, കോറൂളർ കൂടിയാണ് കേതു. അപ്പോൾ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം ആ ഒരു ദശയിൽ കഷ്ടങ്ങളുണ്ട് എന്നത്. അപ്പോൾ ആ ഒരു ഗ്രഹത്തിലേക്ക് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്താണ്? അതായത് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെ അതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇത് രാശിയിലിരുന്നിട്ടാണ് ആ ഗ്രഹം നോക്കുന്നത്, രാശിദൃഷ്ടിയാണെങ്കിലും ഗ്രഹദൃഷ്ടിയാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ സ്വാധീനിക്കുന്നതാണ്.
അതുപോലെ ഈ കേതു മഹാദശ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അതിലെ അന്തർദശകൾ, കേതുവിൽ ഓരോ മറ്റ് ഗ്രഹങ്ങളുടെയും അന്തർദശകളിൽ ആ ഗ്രഹങ്ങളുടേതായിട്ടുള്ള ആ ഗ്രഹങ്ങൾ ഏത് ഭാവത്തിലിരിക്കുന്നു, ഏത് ഭാവത്തിൻ്റെ അധിപനാണ് എന്നതിനനുസരിച്ചിട്ടും അത് ഫലം തരും. പക്ഷെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ കേതു ഇവിടെ നിങ്ങളെ മുക്തനാക്കാൻ വന്നിരിക്കുകയാണ്. അതാണ് 12ാം ഭാവത്തിൻ്റെ അല്ലെങ്കിൽ 12ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ഉദ്ദേശം എന്നത്, നമ്മളെ മുക്തരാക്കുക എന്നത്. അതൊരു റിലേഷൻഷിപ്പിൽ നിന്ന് മുക്തനാക്കുന്നതായിരിക്കാം. ഈ ഗ്രഹം ഒരുപാട് കാലം നിങ്ങൾ ഒരു പാർട്ട്ണറിൻ്റെ കൂടെ കഴിഞ്ഞു, ആ വ്യക്തിയുമായിട്ടുള്ള കർമ്മബന്ധം പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ അത് ഒരു പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്ന് മുക്തനാകൂ. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഡിവോഴ്സൊക്കെ വന്ന് സംഭവിക്കുന്നത്, അതുപോലെ ബ്രേക്കപ്പ് വരുന്നത്. ഇപ്പോൾ ധനുലഗ്നം 5ാം ഭാവത്തിൽ സ്വരാശിയിൽ ചൊവ്വയുണ്ടെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ചൊവ്വയുടെ അഷ്ടമദൃഷ്ടി ഈ കേതുവിൻ്റെ മുകളിൽ ഉണ്ടാകുമല്ലോ. മാത്രമല്ല ഈ അഷ്ടമദൃഷ്ടി എന്ന് പറയുന്നത് ഈ ചൊവ്വയുടെ തന്നെ മറ്റൊരു രാശിയായിട്ടുള്ള വൃശ്ചികത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എന്നത് ഡബിളാണ്, വളരെ പവർഫുള്ളാണ് ചൊവ്വ. സ്വരാശിയിലേക്കാണ്, എന്നാലും അധികമായിട്ടുള്ള ഉദ്ദേശം എന്നത് നമുക്ക് മുക്തി തരിക എന്നതാണ്. അപ്പോൾ നിങ്ങളെ ചില കർമ്മങ്ങളിൽ നിന്ന് ഇത് മുക്തനാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ ആ ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ജാതകങ്ങളിലൊക്കെ നേരത്തെ തന്നെ, കാരണം ചന്ദ്രൻ നീചസ്ഥനാവുന്ന രാശിയാണ് വൃശ്ചികം, നേരത്തെ തന്നെ ഒരു മനസ്സമാധാനം നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്, അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ ധ്യാനം ശീലിക്കാൻ, കാരണം ഈ കേതുവിനെ പോലെ വൃശ്ചികത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ആ ദശാകാലമൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സാകെ അപ്സെറ്റ് ആകാൻ തുടങ്ങും. കാരണം അവിടെ ചന്ദ്രൻ നീചസ്ഥനാവുന്ന രാശിയാണ്. ചന്ദ്രൻ എവിടെ ഇരുന്നാലും ചന്ദ്രൻ നീചസ്ഥനാവുന്ന രാശിയാണ് വൃശ്ചികം. കേതു എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഗ്രഹമാണ്, ഛായാഗ്രഹമാണ്. കേതു അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും രാഹു ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പരിഹാരം എന്നത് അതിന് ധ്യാനം, നല്ലൊരു ഗുരുവിൻ്റെ ഉപദേശം, മനസ്സമാധാനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ നമുക്ക് ഒരു പരിഹാരത്തിലൂടെ മാറ്റാൻ കഴിയില്ല. കാരണം പാസ്റ്റ് ലൈഫിലെ ഹെവി ആയിട്ടുള്ള പ്രാരാബ്ധത്തെയാണ് ഇങ്ങനെയുള്ള അവസ്ഥ കാണിക്കുന്നത്. അത് കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ മറ്റു ഗ്രഹങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട്, ഇതിപ്പോൾ ഞാനിവിടെ ചൊവ്വയുടെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ചൊവ്വയുടെ ദൃഷ്ടിയുടെ കാര്യം. അതല്ലെങ്കിൽ ഇത് അസുഖങ്ങൾ, അത് കിടപ്പിലാവുന്ന തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടുതരുമോ? കരിയറിൽ വലിയ നഷ്ടം വരുന്ന സമയമായിരിക്കുമോ? ധനുലഗ്നമാണ്, 7ാം ഭാവത്തിൽ നിന്ന് 6ാമതായിട്ടാണ് വരുന്നത് കേതു. അപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമാണോ? അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളെയും നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് വിവാഹം കഴിയാത്ത ഒരാളൊക്കെ ആണെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള ഒരു അവസരമായിട്ടും മറ്റു പല സാഹചര്യങ്ങളെയും നമുക്കിതിനെ കാണാം. അതുപോലെ ചൊവ്വയുടെ രാശിയും കേതുവൊക്കെ ആയതുകൊണ്ട് നമുക്കവിടെ എന്താ പറയുക, വൃശ്ചികമൊക്കെ ആയതുകൊണ്ട് ആ ഒരു സ്ത്രീ ആണെങ്കിൽ യൂട്രസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സർജറി പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റു ഗ്രഹങ്ങളെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, ഇതൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അപ്പോൾ 12ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലത്ത് തീർച്ചയായിട്ടും അതിന് ഉദ്ദേശങ്ങളുണ്ട്. അതായത് നമ്മളെ മുക്തരാക്കുക എന്നതാണ്. നമുക്ക് എന്താ പറയുക, ചില കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ മുക്തരാക്കുക. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നത് മോക്ഷം തന്നെയാണ്. ആത്മാവിൻ്റെ ലക്ഷ്യം എന്നത് മോക്ഷം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പല ചങ്ങലകളിൽ പെട്ടിരിക്കുകയാണ്. മാതാപിതാക്കളോട്, സന്താനങ്ങളോട്, ജോലിസ്ഥലത്ത്, അതുപോലെ അയൽക്കാരോട്, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരോട്, നമ്മൾ എവിടെയൊക്കെ ഇടപഴകുന്നുവോ അവിടെയൊക്കെ നമുക്ക് കർമ്മബന്ധങ്ങളുണ്ട്. അപ്പോൾ പാപഗ്രഹങ്ങൾ ഈ 12ാം ഭാവത്തിൽ വന്നിരിക്കുമ്പോൾ അവർ കുറച്ചുകൂടി അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളെ മുക്തരാക്കാൻ നോക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആധ്യാത്മിക മാർഗത്തിലേക്ക് നയിക്കുക എന്നൊരു കാര്യമാണ് അവിടെ കേതു ചെയ്യാറ്. കേതുവിന് 2 തരത്തിലാണ്. ഒന്ന്, അത് വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള രീതിയാണ്, മറ്റൊന്ന് ആധ്യാത്മിക മാർഗമാണ്. അതുകൊണ്ട് ഇത്തരം ജാതകങ്ങൾ വരുമ്പോൾ നേരത്തെ തന്നെ ചന്ദ്രൻ്റെ അവസ്ഥ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും, ചന്ദ്രൻ അഷ്ടമത്തിലൊക്കെ ആണെങ്കിൽ ടഫാണ്. അതായത് ധനുലഗ്നക്കാർക്ക് സ്വരാശിയിൽ ചന്ദ്രൻ അഷ്ടമത്തിലാണെങ്കിൽ പോലും അത് കുറച്ച് ടഫ് തന്നെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. ഇടവത്തിലെ ചന്ദ്രനൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ഇവർക്ക് ആ ഒരു പറഞ്ഞാൽ മനസ്സിലാകും കാര്യങ്ങൾ. ഇത് ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നത്.
ലൈറ്റായിട്ട് എടുക്കില്ല. അതായത് ഞാൻ തയ്യാറെടുക്കണം ഇങ്ങനെയുള്ള ദശകൾ വരുമ്പോഴത്തേക്കും. അതായത് ഒരു ഗുരു ഉണ്ടാവുക എന്നത് ഗുരുവിൻ്റെ ഒരു ഉപദേശം സ്വീകരിക്കാനുള്ളൊരു മനസ്സ്. ഗുരു ഒരുപക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാം, നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അല്ലെങ്കിൽ ശാസിച്ചിട്ടൊക്കെ നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാതെ മൗനമായിട്ടിരുന്നിട്ട് അവസാനം നമ്മൾ മുന്നേ എന്തൊക്കെയാണ് ഗുരു പറഞ്ഞത് എന്നൊക്കെ അതൊക്കെ അങ്ങനെ ഫോളോ ചെയ്തിട്ട് ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഉദ്ദേശം എന്നത് നിങ്ങളെ നല്ല വഴിക്ക് ആധ്യാത്മികതയിലേക്ക് നയിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ 12ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ശുഭഗ്രഹങ്ങളുടെ ദശാകാലം കുറച്ചുകൂടി നമുക്ക് സോഫ്റ്റായ രീതിയിൽ നമ്മളെ മുക്തരാക്കുമെന്ന് പറയാം. അതായത് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് തീർത്ഥാടനം ചെയ്തിട്ട് സ്വപ്ന ദർശനത്തിലൂടെ നല്ല അനുഭവങ്ങൾ വന്നിട്ട് ഗുരുമന്ത്രം ലഭിച്ചിട്ട് അങ്ങനെയുള്ള സത്സംഗം ലഭിച്ചിട്ട് ശരിക്കും നമ്മളെ ശുഭഗ്രഹങ്ങളുടെ രാശിയിൽ ശുഭഗ്രഹങ്ങളൊക്കെ ഇരുന്നിട്ട് 12ാം ഭാവത്തിലൊക്കെ ഇരിക്കുമ്പോൾ അത് കുറേയൊക്കെ നല്ല ഫലം തരും. എന്നാൽ 12ാം ഭാവത്തിൻ്റെ അധിപൻ നമ്മളെ മുക്തനാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ 12ാം ഭാവാധിപൻ എവിടെ ഇരുന്നാലും ആ ഗ്രഹത്തിൻ്റെ ഒരു ഉദ്ദേശ്യം എന്നത് നിങ്ങളെ മുക്തനാക്കുക എന്നാണ്. 12ാം ഭാവാധിപൻ 10ാം ഭാവത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം 10ാം ഭാവം എന്നത് നമ്മുടെ ഒരു കർമ്മ രംഗമാണ്, കർമ്മക്ഷേത്രമാണ്. 10ാം ഭാവം തന്നെയാണ് നമ്മുടെ അമ്മായിയമ്മയായിട്ട് വരുന്നത്. അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അമ്മ. 7ാം ഭാവമാണ് ജീവിത പങ്കാളി. അവിടെ നിന്ന് നാലാമതായിട്ടാണ് 10 വരുന്നത്. അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ അമ്മ. അപ്പോൾ ആ ഒരു 12ാം ഭാവാധിപൻ 10ാം ഭാവത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുക്തനാക്കുന്നതിൽ ഉള്ള ഒരു റോള് ഈ പറഞ്ഞ വ്യക്തികൾക്കും ഉണ്ടാകും. പിതാവിൻ്റെ വീട്ടുകാർക്ക്, നിങ്ങളുടെ സ്വന്തം കർമ്മത്തിന്. അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്നത് നമ്മളെ മുക്തരാക്കുക എന്നാണ്. ഇതിനെ നമ്മൾ എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നതാണ് കാര്യം. പലർക്കും ആക്സെപ്റ്റൻസ് ഇല്ല. ഇന്ന് രാവിലെ വയറ് നിറച്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിക്കഴിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലും നമുക്ക് താമസിക്കാൻ സേഫായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടെങ്കിലും ഇതിനെപ്പറ്റിയൊന്നും എല്ലാ ദിവസവും നന്ദിയോടെ നമ്മൾ ഓർക്കാറില്ല, എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട് എന്നത്. പക്ഷേ നമുക്ക് വരുന്ന സംഘർഷങ്ങൾ ഓരോന്നും നമ്മൾ അങ്ങനെ ഓർത്തിട്ട് അതിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് ശരിക്കും ഒരു ദൈവനിന്ദ തന്നെയാണ്. നമ്മൾ സുഖവും ദുഃഖവും ഒരു പരിധി വരെയെങ്കിലും, എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റില്ല, അതിൽ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം ബുദ്ധിമുട്ട് വരില്ല. ഭഗവാൻ നിയോഗിച്ചത് തന്നെയാണ് ഈ ഗ്രഹങ്ങളെ. ഇതാണ് നിങ്ങളുടെ റോള്. കർമ്മത്തിന് ഒരാളെ ഏൽപ്പിച്ചു, ശനിയെ, സുഖഭോഗങ്ങൾ തരാൻ ശുക്രനെ. അതായത് ഓരോ ഗ്രഹവും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ കീഴിൽ തന്നെയാണ് ഇവരെല്ലാവരും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവാനോട് പരാതി പറയാൻ യോഗ്യത ഇല്ല. കാരണം നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഭഗവത് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ കൃപയുണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ദുഃഖസാഗരം, അത് പാപഗ്രഹങ്ങളുടെ ദശാകാലം, 12ാം ഭാവത്തിൽ പാപഗ്രഹത്തിൻ്റെ ദശാകാലമൊക്കെ വരുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടുണ്ടാകും. അതേസമയം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ കർമ്മങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരാളുടെ കമൻറ്റാണ്, ജ്യോതിഷത്തിലെ വിശ്വാസമൊക്കെ പോയി, എന്നിട്ടും ജ്യോതിഷ ചാനൽ കണ്ടിട്ടാണ് അതിൻ്റെ താഴെ ഇത് എഴുതുന്നത്. ശരിക്കും ഒന്നിലും വിശ്വസിക്കേണ്ട, കർമ്മങ്ങളിൽ മാത്രം വിശ്വസിച്ചാൽ മതി. മുൻ ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾ നമുക്ക് ഈ ഒരു ജന്മം രോഗമായിട്ടും ശത്രുവായിട്ടും കടമായിട്ടും അതുപോലെ ഇച്ഛാപൂർത്തി നടക്കാതെയും ഒരുപാട് ഇച്ഛകൾ കൊണ്ടുതന്നിട്ടും അതും ഒരു പ്രശ്നമാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ദുഃഖത്തെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതൊക്കെ കാരണമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ആ ഒരു ആക്സെപ്റ്റൻസ് വന്നിട്ട് പക്ഷേ ഈ ജന്മത്തിൽ ഞാൻ കുറേയൊക്കെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എൻ്റെ കർമ്മം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ സദാസമയവും ഭഗവത് സ്മരണ, സദാസമയവും ഇല്ലെങ്കിലും അല്പമെങ്കിലും ഭഗവത് സ്മരണ ഉണ്ടെങ്കിൽ നമുക്ക് പരാതികൾ ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ 12ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ 12ാം ഭാവാധിപൻ്റെ ഒക്കെ ദശകൾ വരുമ്പോൾ ഈ ആക്സെപ്റ്റൻസ് എന്നത് നമുക്ക് വേണം. അപ്പോൾ 12ാം ഭാവാധിപൻ 10ാം ഭാവത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിദേശത്ത് നല്ല ജോലി കൊണ്ടുതരാൻ സാധ്യതയുണ്ട്, വലിയ വലിയ കമ്പനികളിൽ ജോലി കൊണ്ടുതരാൻ സാധ്യതയുണ്ട്, കരിയറിൽ അത് ഗുണം കൊണ്ടുതരും. പക്ഷെ ആർക്കാണ് ഗുണം കൊണ്ടുതരുന്നത്? ചില ആൾക്കാർ ഇതിലൊട്ടും തൃപ്തരായിരിക്കില്ല. കാരണം 12ാം ഭാവാധിപനാണ് 10ാം ഭാവത്തിലിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇതിലൊട്ടും തൃപ്തി ഇല്ലാത്തതിന് കാരണം എന്നത് അവരുടെ പ്രതീക്ഷകൾ ഒരുപാട് കൂടുതലാണ് ആ ജോലിയെക്കുറിച്ച്.
ഇവിടെ നിങ്ങളെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ് ആ കർമ്മസ്ഥാനത്ത് വന്നിരിക്കുന്നത്. 12ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളെ മുക്തനാക്കാനാണ് വന്നിരിക്കുന്നത്. ആ സ്ഥാനത്തിരുന്നിട്ട് കർമ്മങ്ങളിൽ നിന്ന് മുക്തനാക്കാൻ. അപ്പോൾ എന്താണ് ഇവിടെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക എന്നത്, ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ദശാകാലം കഴിയുന്നതോടെ, അതൊരു അന്തർദശാകാലമാണെങ്കിലും ആ ടൈം പീരീഡ് കഴിയുന്നതോടെ കുറേയൊക്കെ നിങ്ങൾ മൈൻഡ് ഫ്രീ ആയി കിട്ടും. ഈ ഒരു സ്ഥലത്ത് 12ാം ഭാവാധിപൻ ഇരിക്കുമ്പോൾ അത് വലിയൊരു കമ്പനിയിലാണെങ്കിലും, ഒരു വിദേശ കമ്പനിയിലാണെങ്കിലും, ഒരു വിദേശത്ത് വലിയ സാലറിയുള്ള, വിദേശത്ത് ഒരു നല്ല സാലറിയുള്ള ജോലിയാണെങ്കിലും അവിടെ അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ കൊണ്ടുതരും. 12ാം ഭാവാധിപനാണ്, പാപഗ്രഹമാണ്. അപ്പോൾ നിങ്ങളുടെ അത് പാപഗ്രഹം കൂടിയാണെങ്കിൽ ഒന്നുകൂടി ഫ്രസ്ട്രേഷൻ കൊണ്ടുതരും. മേലധികാരിയുമായിട്ടും കൊലീഗ്സിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടുതരും. പുറമേന്ന് കാണുന്നവർക്ക് നല്ല ജോലിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് ഈ ഒരു 12ാം ഭാവാധിപൻ മുക്തനാക്കാൻ വരുന്ന ഒരു ആളാണെന്ന ഒരു ബോധം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ, ഈ ആൾ, അതായത് ഈ പറയുന്ന ആൾക്കാർ എന്നെ ഇങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നത്, ഇത് ഞാനൊന്ന് ശ്രദ്ധിക്കണം. അതായത് ആ ഒരു ഇഷ്ടദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടെങ്കിൽ, അതായത് നമ്മൾ എപ്പോഴും ശരണാഗതനായി കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, നമ്മൾ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അവർ നോക്കിക്കോളും. ഇവിടെ ഞാൻ, എൻ്റെ ക്വാളിഫിക്കേഷൻ, എൻ്റെ യോഗ്യത കൊണ്ട് എന്നെ സിലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ വരെ എത്തി, എൻ്റെ കൂടെ പഠിച്ചവരൊന്നും ഇന്ന് രാജ്യത്ത് എത്തിയിട്ടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൊണ്ട് നമ്മൾ എന്നൊരു കാര്യത്തെ, ഈ ശരീരത്തെ വലിയൊരു ഇതായിട്ട് കണ്ടിട്ട് ഇരുന്നാൽ ഇവിടെ പ്രശ്നം തരും. കാരണം ഇരിക്കുന്നത് 12ാം ഭാവാധിപനാണ്. പക്ഷെ ആ 12ാം ഭാവാധിപൻ നിങ്ങളുടെ കർമ്മത്തിലൂടെ നിങ്ങൾക്ക് മുക്തി തരാൻ, മറ്റൊരു തരത്തിൽ കർമ്മങ്ങളിൽ നിന്ന് മുക്തി തരാൻ ആയിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇത് വരുന്നത് ദശാകാലത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ 12ാം ഭാവാധിപൻ 10ാം ഭാവത്തിൽ ഇരുന്നിട്ട് ദശാകാലം ഇല്ലെങ്കിൽ, ആ 12ാം ഭാവത്തിൻ്റെ ദശാകാലം വന്നിട്ടില്ലെങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് അനുഭവിക്കില്ല. ചിലർക്ക് ഓഫീസ് പൊളിറ്റിക്സ് ഒന്നും നേരിടേണ്ടി വരുന്നുണ്ടാവില്ല, അവരായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ അതിന് ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏതൊക്കെ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി, അതുപോലെ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, നക്ഷത്രാധിപൻ എവിടെ ഇരിക്കുന്നു, ഇതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. പറഞ്ഞു വരുന്നത്, ഈ 10ാം ഭാവത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നത്, ഇതുമായിട്ടൊന്നും നിങ്ങൾ ഒരുപാട് മനസ്സുകൊണ്ട് അടുപ്പം വയ്ക്കരുത്. അപ്പോഴാണ് നമുക്ക് ഈ അടുപ്പം ഉണ്ടാകുമ്പോൾ, അതായത് ഞാൻ എന്ന മാനേജറാണ്, ഞാൻ എൻ്റെ താഴെയുള്ള ഫ്രഷേഴ്സിനൊക്കെ മെൻറ്റർ ചെയ്തു, അതുപോലെ ഒരുപാട് ആൾക്കാർ ഞാൻ പുതിയ സ്കിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പലതരത്തിലും കരിയറിൽ അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ബോധമുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവിടെ ആ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ദശാകാലത്താണ് പറയുന്നത്. ഇങ്ങനെയുള്ള ദശാകാലത്ത് ഇത്തരം നല്ല കർമ്മങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ ചെയ്തിട്ടും പെട്ടെന്ന് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തത്, പിന്നിൽ നിന്ന് കുത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പ്രൊമോഷൻ, മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് തട്ടി മാറ്റുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെയും സമർപ്പണ മനോഭാവത്തോടു കൂടി കാണാൻ കഴിഞ്ഞാൽ ഈ 12ാം ഭാവാധിപൻ 10ാം ഭാവത്തിലിരുന്നിട്ട് നിങ്ങളെ മുക്തനാക്കുന്നതാണ്. വരുന്ന ജന്മങ്ങളിലേക്കോ നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കോ ഈ കർമ്മഫലങ്ങൾ അത് ക്യാരി ഫോർവേഡ് ആവില്ല, അത് അവിടെ അവസാനിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആ മനസ്സുകൊണ്ട് തയ്യാറെടുക്കേണ്ടുന്ന ഒരു ആവശ്യമുള്ളത്. നമ്മൾ കുറേയൊക്കെ ആക്സെപ്റ്റൻസിലേക്ക് വരണം. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ മാത്രമേ കഴിയൂ. എൻ്റെ ഭാര്യ അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ മേലധികാരി അങ്ങനെയാണ്. ശരിക്കും ആ ഗ്രഹങ്ങൾ എന്താണ് തരാൻ പോകുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് തന്നെയാണ് 12ാം ഭാവാധിപൻ 11ാം ഭാവത്തിലാണെങ്കിൽ യാതൊരു തരത്തിലും ഒരു വലിയൊരു സൗഹൃദ വൃന്ദം എനിക്കുണ്ട് എന്ന് അഭിമാനിക്കുകയോ എൻ്റെ വിശ്വസ്തരാണെന്നോ ഇങ്ങനെയുള്ള ഒരു മിഥ്യാബോധവും വേണ്ട. ഏത് സമയത്തും അവർ പിന്നിൽ നിന്ന് കുത്താം. നിങ്ങൾക്ക് നഷ്ടം കൊണ്ടു തരിക, അതായത് നഷ്ടം കൊണ്ടു തരിക എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുക്തരാക്കുക എന്ന ഒരു കാര്യം അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും 12ാം ഭാവം എന്നത് ആധ്യാത്മികതയുടെയാണ്. വ്യാഴത്തിൻ്റെ നാച്ചുറൽ സോഡിയാക്കിലെ വ്യാഴത്തിൻ്റെ രാശിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഒരു വിധമെങ്കിലും നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് അങ്ങനെയുള്ള സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും. എന്താ പറയുക, ഇങ്ങനെ നാമജപങ്ങളും സത്സംഗവും അതുപോലെ ഒരുപാട് മെറ്റീരിയൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത,
എസ്പെഷ്യലി ദാനധർമ്മമൊക്കെ ചെയ്യുന്നത്. സുഹൃത്ത് വൃന്ദത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ധാർമ്മികമായിട്ടുള്ള വശം എങ്ങനെയാണെന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യണം. അവർ സമൂഹത്തിലേക്ക്, ഗോശാലകളിലേക്ക്, അനാഥാലയങ്ങളിലേക്ക്, വൃദ്ധാശ്രമത്തിലേക്കൊക്കെ കണ്ടിന്യൂസ്ലി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരുടെ പണം ധാർമ്മികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സുഹൃത്തുക്കളുടെ ഒരു എന്താ പറയുക, ആ ഒരു സുഹൃത്ത് വൃന്ദം നിങ്ങൾക്ക് കുറച്ചൊക്കെ ലാഭം തരും. അതല്ലാതെ നമ്മളെ വലിയ സ്വപ്നങ്ങളൊക്കെ കാണിച്ചു തരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് 12ാം ഭാവാധിപനാണ് അവിടെ ഇരിക്കുന്നത്, നഷ്ടം തരാൻ കഴിയും. ഇത് തന്നെയാണ് 11ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി, കസിൻസ്, മുതിർന്ന സഹോദരങ്ങൾ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഉപദേശങ്ങളെ, അതുപോലെ അവരുടെ ഹിഡൻ അജണ്ടയെ ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. ഒന്ന് പറയാനുള്ളത്, നല്ലൊരു ഗുരു ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഒരുപക്ഷെ അതൊരു ഗ്രന്ഥത്തിൻ്റെ രൂപത്തിലായിരിക്കാം. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊരു ഗ്രന്ഥത്തിനെ ഗുരുവായി സങ്കല്പിക്കുന്നു വിചാരിക്കാം. 16-17 വയസ്സ് തൊട്ടേ എന്ത് ഡൗട്ട് ഉണ്ടാകുമ്പോഴും ഞാൻ രാമായണം തുറന്ന് നോക്കാറുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ, ജീവിതത്തിൽ എപ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായോ അപ്പോഴൊക്കെ രാമായണം തുറന്ന് നോക്കുമ്പോൾ ആ അധ്യാത്മ രാമായണത്തിലെ ആ ഒരു എൻ്റെ മുന്നിലെത്തുന്ന ആ വരികൾ, ആ ഉപദേശങ്ങൾ എന്നത് അന്നത്തെ എൻ്റെ സംശയത്തിന് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലേക്കുള്ളൊരു സൂചനയായിട്ട് കാണാറുണ്ട്. വളരെ ചെറുപ്പത്തിലുള്ളൊരു ഹാബിറ്റായിരുന്നു. പിന്നീടത് ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ ഭഗവത്ഗീത എപ്പോഴും എന്തെങ്കിലും ഒരു സംശയം വരുമ്പോൾ വെറുതെ തുറന്ന് നോക്കുമ്പോൾ ആ ഒരു ലൈൻസ് വരും നമുക്ക് ആ സമയത്ത് ഉപയോഗമുള്ളത്. കാരണം അപ്പോൾ പ്രത്യക്ഷമായിട്ടൊരു ഗുരു ഇല്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചിലപ്പോൾ നമ്മളെ ആർക്കും നമുക്ക് വേണ്ടുന്ന രീതിയിൽ, നമ്മുടെ ആത്മാവിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളെ സഹായിക്കാൻ ചുറ്റുവട്ടത്ത് ആരും ഇല്ലാത്ത സിറ്റുവേഷനിൽ ഗ്രന്ഥങ്ങളെയും ആശ്രയിക്കാം. അതുപോലെ അതിന് പ്രാധാന്യം കൊടുക്കുകയും വേണം. നിങ്ങളുടെ ജാതകത്തിൽ കുംഭമൊക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കേ വേണ്ടൂ ഒരു കാര്യം, അത് ഒരു വീഡിയോയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ഡെഫിനറ്റ്ലി വരുന്നതാണ്. കുംഭം പ്രോമിനൻ്റ് ആണെന്ന് പറഞ്ഞാൽ കുംഭം രാശി, കുംഭം ലഗ്നം, കുംഭത്തിൽ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ്, രാഹുവിൻ്റെ ത്രികോണ സംബന്ധം, കുംഭത്തിൽ ശനി, 11ാം ഭാവത്തിൽ രാഹു, 11ാം ഭാവത്തിൽ ശനി, ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ, അതായത് 11 അല്ലെങ്കിൽ കുംഭം, ഇത് വളരെ പ്രോമിനൻ്റ് ആണെങ്കിൽ, അതുപോലെ മിത്രഗ്രഹങ്ങളും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണോ ആ സംശയം അത് വീഡിയോയുടെ രൂപത്തിൽ വരുന്നതായിരിക്കും. അനുഭവത്തിൽ നിന്നും അതുപോലെ മറ്റു ആൾക്കാരുടെ ജാതകം നോക്കുമ്പോഴും അവരോട് ഇങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു തരത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു വിശദീകരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് സംശയ നിവാരണം നടത്താവുന്നതാണ്. അപ്പോൾ ശരിക്കും 12ാം ഭാവത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്നത് നിങ്ങളെ മുക്തനാക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് വിവിധ ഭാവങ്ങളിലേക്ക് 12ാം ഭാവാധിപൻ പോകുമ്പോൾ നമ്മൾ ആ ഭാവവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ റെഡിയായിരിക്കുക, നമ്മളെ മുക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. തുലാം ലഗ്നം, 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6ാം ഭാവമായിട്ട് മീനത്തിൽ നീചസ്ഥനായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6ാം ഭാവത്തിലിരിക്കുകയാണ് മീനത്തിൽ. അവിടെ ബുധന് നീചസ്ഥനായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോഴും ഇവരുടെ 12ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ കന്നിയുടെ അധിപനാണ്. രോഗം, ശത്രു, കടം എന്ന ഭാവത്തിൻ്റെ അധിപൻ നീചസ്ഥനായിട്ട് രോഗം, ശത്രു, കടം എന്ന ഭാവത്തെ സൂചിപ്പിക്കുന്ന 6ലാണ് ഇരിക്കുന്നത്. അവിടെ മീനം കൂടിയാണ്, അതൊന്നുകൂടി ഹോസ്പിറ്റലിനെ സൂചിപ്പിക്കുന്നു. കന്നിയിലാണെങ്കിലും രോഗങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഒരു ദശാകാലത്ത് തുലാം ലഗ്നക്കാരന് ബുധൻ്റെ മഹാദശ വരുമ്പോൾ രോഗം എന്നൊരു കാര്യം, ആശുപത്രി ചിലവുകൾ എന്നൊരു കാര്യം, ഇങ്ങനെയുള്ള കാര്യം എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണെന്നൊരു കാര്യം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതാണ്. അതേസമയം ഇവിടെ 12ാം ഭാവം എന്നത് ഒരു ശുഭഗ്രഹത്തിൻ്റെ രാശിയാണ്. തുലാം ലഗ്നം എന്നത് ശുക്രനാണ്. ശുക്രനുമായിട്ട് നല്ല ബന്ധമാണ് ബുധന്. അതുപോലെ 6ാം ഭാവത്തിലാണ് ഇരിക്കുന്നത്. 6 എന്ന ഭാവത്തിൻ്റെ ആധിപത്യം ബുധന് തന്നെയാണ്. കാരണം കന്നിയുടെ അധിപനാണ് നാച്ചുറൽ സോഡിയാക്കിലെ. അപ്പോഴും അവിടെ ബുധനൊരു സ്വാധീനമുണ്ട്. പക്ഷേ അത് വ്യാഴത്തിൻ്റെ രാശിയാണ്, മീനമാണ്. അതിനെ നമ്മൾ പ്രായോഗികതയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് നഷ്ടഭാവമാണ്. മറ്റ് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞാൽ, പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അത് മുക്തിയെ തരുന്ന, മോക്ഷത്തെ തരുന്ന, ആധ്യാത്മികതയെ തരുന്ന, 12ാം ഭാവാധിപനായിട്ടുള്ള ബുധനായതുകൊണ്ട് ആധ്യാത്മിക യാത്രകൾ തരാനും ആധ്യാത്മികതയുള്ള ഗ്രന്ഥങ്ങൾ എഴുതാൻ, അത്തരം ചിന്തകൾ മറ്റുള്ളവരിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ, അതുപോലെ ജനറലി പറയുകയാണെങ്കിലും എഴുത്ത് എന്ന ഒരു കാര്യത്തിലൂടെ അതിനെ പ്രൊഫഷനാക്കിയിട്ട് ജീവിക്കാൻ, വിദേശത്ത് പോകാൻ, വിദേശത്ത് ജോലി ചെയ്യാൻ, നല്ലൊരു അക്കൗണ്ടൻ്റായിട്ട് മാറാൻ, നല്ലൊരു ഡോക്ടറായിട്ട് മാറാനുള്ള കോമ്പിനേഷൻസിനെ ഒരു ഭാഗമായിട്ടും ഈ ഒരു ഇതിനെ എടുക്കാം. ബുധൻ ഇവിടെ ഇരിക്കുന്നത് അത് നല്ല എഴുത്തുകാരായിരിക്കും. അവരെഴുതുന്നത്, പ്രത്യേകിച്ച് ബുധൻ നീചസ്ഥനായിട്ടിരിക്കുമ്പോഴുള്ള എഴുത്ത് എന്ന് പറയുന്നത് മറന്നെഴുതുന്നതാണ്.
അങ്ങനെ ബോധത്തോടു കൂടി എഴുതുന്നതെന്ന് പറയാൻ പാടില്ല. കാരണം അവരങ്ങനെ മുഴുകി എഴുതുന്ന തരത്തിലായിരിക്കും. അങ്ങനെ നല്ല തത്വചിന്ത, വ്യാഴം നല്ല പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഫിലോസഫർ ആയിരിക്കാം, നന്നായിട്ട് മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ട് മാറാം. പക്ഷേ ഇതൊരു 6-ാം ഭാവം, അതുപോലെ കന്നിയുടെ അധിപനായതുകൊണ്ട് അസുഖങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങളൊരു ജ്യോതിഷ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സുഹൃത്ത് തുലാം ലഗ്നക്കാരനായിട്ടുള്ള 12-ാം ഭാവത്തിൻ്റെ അധിപനായിട്ട് ബുധൻ്റെ മഹാദശയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിനക്കിനി നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നം വരാൻ പോവുകയാണ്, വ്യാഴത്തിൻ്റെ അവസ്ഥ മോശമാണെങ്കിൽ ലിവറിൻ്റെ വരാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം എടുത്തു പറയാതെ സൂചനകൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഇതിനെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിൻ്റെ മറ്റൊരു അർത്ഥം എന്നത് 6-ാം ഭാവം എന്നത് എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. 6-ാം ഭാവം എന്നത് രോഗം, ശത്രു, കടം എന്നത് കൂടാതെ നമ്മുടെ ഷഡരിപുക്കളാണ്. കാമക്രോധ മത മോഹ ലോഭ മാത്സര്യം. അപ്പോൾ ഈ ഒരു 12-ാം ഭാവാധിപൻ നഷ്ടപ്പെടുത്തുമല്ലോ എന്താണ് 6-ാം ഭാവത്തിൻ്റെ കാര്യങ്ങൾ: കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മാത്സര്യം. ഈ ഒരു 6 ശത്രുക്കളെ നശിപ്പിക്കാൻ നിങ്ങളുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ അവിടെ ഇരുന്നിട്ട് ശ്രമിക്കുന്നതാണ്. വ്യാഴം നല്ല പൊസിഷനിലാണെങ്കിൽ ജ്ഞാനം നേടിയിട്ട്, അറിവ് നേടിയിട്ട് ഈ ബുധൻ ഇതൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ കാമവും, നമ്മുടെ ഉള്ളിലെ ക്രോധവും, മോഹവും, മതവും, മത്സര്യവും, ലോഭവും ഒക്കെ നശിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. കാരണം നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകും. 6-ാം ഭാവം എന്നത് കാരണവനാണ്. ഒരു കാരണവനോട് നമുക്ക് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗമായിരിക്കാം, അദ്ദേഹവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാം. 6-ാം ഭാവം എന്നത് കോടതി വഴക്കുകളാണ്. അവിടെ നീചസ്ഥനായിട്ട് ബുധൻ പോകുമ്പോൾ മറ്റു ഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ നോക്കണം. അവിടെ ചില കേസുകളിൽ പോയേക്കാം. അത് ചിലപ്പോൾ ദീർഘകാലം, വ്യാഴത്തിൻ്റെ രാശിയാണ്, 12-ാം ഭാവാധിപനാണ് പോയിരിക്കുന്നത്, ദീർഘകാലം നീണ്ടുപോകുന്ന കേസായിരിക്കാം, എളുപ്പത്തിൽ മാറാൻ പറ്റാത്ത ഒരു അസുഖമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോഴാണ് ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോയിട്ട് പരിഹാരം പറയുന്നത്. 12-ാം ഭാവത്തിൻ്റെയും, അതായത് ഈ 6, 8, 12 ഭാവങ്ങളുടെ അധിപന്മാരുടെയും ആ ഭാവങ്ങളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെയും ദശാകാലങ്ങൾ വരുമ്പോൾ അതിന് ചെറിയ പരിഹാരങ്ങളില്ല. ഇതിനെ ഏറ്റവും അധികം നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നത് സാധനകൾ കൊണ്ടാണ്. അതിന് ചിട്ടയായ നിയമങ്ങൾ, നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലായിരിക്കാം, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കില്ല. അതുകൊണ്ട് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് എങ്ങനെ അത് ഫോളോ ചെയ്തിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് സാധനകൾ ചെയ്യാൻ പറ്റുന്നോ അതിന് നിങ്ങളെ മുക്തരാക്കാൻ കഴിയും. അത് തന്നെയാണ് ഷഡരിപ്പുകളിൽ നിന്നും നമ്മളെ മുക്തരാക്കാൻ സഹായിക്കുന്ന ഒരു മാർഗം എന്നത്. നമ്മൾ സ്വാധ്യായം ചെയ്യുമ്പോഴും ഈ ദശാകാലങ്ങളിൽ സ്വാധ്യായം ചെയ്യുമ്പോഴും കുറച്ച് വിഷമാണ്. ഗുരുവിൻ്റെ സഹായം കൂടാതെ ഇത്തരം അവസ്ഥകളിൽ 12-ാം ഭാവാധിപൻ 6-ാം ഭാവത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം പലപ്പോഴും നമുക്ക് തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വിഷമം ഉണ്ടാകും. നമ്മളിലെ തെറ്റുകളെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഒന്നിനോടും അടുപ്പം വേണ്ട എന്ന് പറയുമ്പോൾ ഇവിടെ 6-ാം ഭാവം എന്നത് നമ്മുടെ ഡെയിലി റുട്ടീനാണ്, നമ്മുടെ ജോലിയാണ്. അപ്പോൾ നമ്മൾക്ക് മീനത്തിലിരിക്കുന്ന ബുധനൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടെ ജോലി മാറേണ്ടുന്ന ഒരു സാഹചര്യം ഈ ഒരു ദശാകാലത്ത് പ്രതീക്ഷിക്കാം. നിങ്ങൾ വിദേശത്ത് ജോലിക്ക് ഈ ഒരു തുലാം ലഗ്നം 12-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ മഹാദശ മീനത്തിലിരിക്കുകയാണ് ബുധൻ എന്ന് പറയുമ്പോൾ അവിടെ വിദേശത്തായാലും ഇടയ്ക്കിടെ ജോലി മാറേണ്ടുന്ന സിറ്റുവേഷൻ കൊണ്ടുത്തരും. അതിനുള്ള സാഹചര്യം എന്താണ് എന്നത് നിങ്ങളുടെ ജാതകത്തിലെ ബാക്കി ഗ്രഹങ്ങളാണ് പറയുന്നത്. ഈഗോ ക്ലാഷസ് കൊണ്ടാണോ, വാക്തർക്കങ്ങൾ മൂലമാണോ, എന്താണ് അവിടെ പ്രശ്നം എന്നത് ബാക്കി ഗ്രഹങ്ങൾ പറഞ്ഞു തരും. ജോലി മാറേണ്ടുന്ന സിറ്റുവേഷൻ കൊണ്ടുത്തരും. പിന്നെ ജാതകത്തിൽ ശനിയുടെയും കേതുവിൻ്റെ ഒക്കെ ഒരു യുതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല ജോലികൾ ചെയ്യേണ്ടുന്ന സാഹചര്യം വരും. ഈ ഒരു സമയത്ത് 12-ാം ഭാവാധിപൻ്റെ ദശാകാലത്താണ് പലരും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നതും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതും. കാരണം മടുത്തു. പ്രത്യേകിച്ച് അവരുടെ ജാതകങ്ങളിലൊക്കെ ശനിയും കേതുവും ഒക്കെ ഉണ്ടെങ്കിൽ അവർ തീരുമാനമെടുക്കും ഈ ഒരു ദശാകാലത്താണ്. അത് അന്തർദശയും പ്രത്യന്തർദശയാണെങ്കിൽ ആ ചെറിയ അളവിലാണെങ്കിൽ പോലും ആ സമയത്തായിരിക്കും. ഇന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, ഇടയ്ക്ക് ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് കടന്ന ആൾക്കാരൊക്കെയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഇനി ഞാൻ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യില്ല, ഇനി ഞാൻ എൻ്റെ രീതിയിൽ ചെറുതാണെങ്കിലും എനിക്കെൻ്റെ മനസ്സമാധാനമാണ് വലുത്, സമ്പാദ്യം അല്ല വലുത്. അതുകൊണ്ട് അതായത് മാസത്തിൽ ഇത്ര സാലറി കിട്ടണം എന്നത് എനിക്കിനി പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എനിക്ക് സ്വന്തമായി ചെയ്യണം. ഇനി എനിക്ക് ആജ്ഞാനുവർത്തിയാകാൻ കഴിയില്ല. കാരണം ഞാൻ എത്രമാത്രം അനുസരിച്ചിട്ടും എന്നെ ആരും ഗൗനിക്കുന്നുമില്ല, എന്നെ ആരും പരിഗണിക്കുന്നുമില്ല.
അതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥത ഇവർക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഇവരെയും വേണ്ട എന്നുള്ള രീതിയിൽ ജോലി ഉപേക്ഷിക്കുന്നതും ഈ 12ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെയും മീനത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെയും 12ാം ഭാവാധിപൻ്റെയും ദശ, അന്തർദശ, പ്രത്യന്തർദശ ചെറിയ കാലയളവിലാണെങ്കിലും അങ്ങനെയുള്ള സമയങ്ങളിലാണ് തീരുമാനം എടുക്കുന്നത്. നമുക്ക് ഒരാളെയും ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പുറമേ നിന്ന് നോക്കിയിട്ട് മറ്റൊരാൾ അങ്ങനെ ചെയ്തു, അത് ശരിയാണ് ശരിയല്ല എന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാനാവില്ല. കാരണം ഗ്രഹം അങ്ങനെയാണ്. അദ്ദേഹത്തിന് ചില പ്രാരാബ്ധമുണ്ട്, ചില കർത്തവ്യങ്ങൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 12ാം ഭാവാധിപൻ എന്നത് മുക്തനാക്കാൻ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഈ 12ാം ഭാവത്തിൻ്റെ അധിപൻ 6-ലൊക്കെ ഇരിക്കുമ്പോൾ അത് എക്സ്ട്രീം എൻഡാണെങ്കിൽ, കാരണം പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി, പാപഗ്രഹങ്ങളുടെ കൂടെ 12ാം ഭാവം പാപഗ്രഹത്തിൻ്റെ രാശി, ആ ഗ്രഹവും വെൽ പ്ലേസ്ഡ് അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ആ സമയത്താണ് ജോലി ഉപേക്ഷിക്കുന്നത്, സ്വമേധയാ ഉപേക്ഷിക്കുന്നത്. മടുത്തു എന്നത്, ഇനി ഞാൻ പട്ടിണി കിടന്നാലും അവിടേക്ക് പോകുന്നില്ല, ഞാൻ വെള്ളം കുടിച്ച് ജീവിച്ചു എന്നൊക്കെയുള്ള ഡയലോഗുകളും വരുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് അത് ആ വ്യക്തിയുടെ അവിടത്തേക്കുള്ള പ്രാരാബ്ധം തീർന്നതായിട്ടാണ്. ഇത് തന്നെയാണ് റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നത്. ബ്രേക്കപ്പ് വരുന്നത് ഇത്രയും, അതായത് വളരെയധികം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വിവാഹ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോയ ആൾക്കാരാണെങ്കിലും ഇത്തരം ദശകൾ വരുമ്പോൾ ഗോചരങ്ങളിലും സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ദശാകാലം വരുമ്പോഴാണ് ആ ബ്രേക്കപ്പ് എന്നത്, ഡിവോഴ്സ് എന്നത് സംഭവിക്കുന്നത്. ചില സാഹചര്യങ്ങളിലൊക്കെ കുറച്ചു കാലത്തേക്കുള്ളൊരു ഗ്യാപ്പായിരിക്കും. ചിലപ്പോൾ പിണങ്ങി നിൽക്കുക. ആ ദശാകാലം ഒന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചില പ്രത്യന്തര ദശകളൊക്കെ നല്ല ദശകൾ വരുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങളിലൂടെയും പരസ്പരം മനസ്സിലാക്കിയിട്ടൊക്കെ പിന്നീട് ഒരുമിച്ച് പോവുകയും ചെയ്യും. പക്ഷെ ആ ഒരു ദശാകാലത്ത് നിങ്ങൾക്ക് വേർപിരിഞ്ഞ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ജോലി കാരണമോ പിണക്കം കാരണമോ എന്തായാലും അത് നിൽക്കേണ്ടി വരും. അങ്ങനെയാണ് ആ ഗ്രഹങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 12ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശയാണെങ്കിലും 12ാം ഭാവത്തിൻ്റെ ദശയാണെങ്കിലും തീർച്ചയായിട്ടും എപ്പോഴും പിതൃക്കൾക്ക് അവരുടെ ശാന്തിക്കായിട്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ 12ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ഒരു ദശ മുന്നോട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിതൃക്കൾക്ക് ഇതുവരെ ചെയ്തിട്ടുന്ന ഒരു സ്വഭാവമില്ലെങ്കിൽ തീർച്ചയായിട്ടും പിതൃക്കൾക്കായിട്ടുള്ള കർമ്മങ്ങൾ എല്ലാ മാസവും ചെയ്യണം. പ്രത്യേകിച്ച് അമാവാസ്യ ദിവസമെങ്കിലും ചെയ്യണം. നിങ്ങളുടെ ജാതകപ്രകാരം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അതുപോലെ ചില ക്ഷേത്രങ്ങളുണ്ട്, നമുക്ക് അവിടെ പോയാൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഓരോ വ്യക്തിയുടെ ജാതകത്തിലും ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയാൽ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത്തരം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അത് പിതൃശാന്തി പ്രധാനമാണ്. നിങ്ങളുടെ കരിയറും മാരീഡ് ലൈഫും അത് 12ാം ഭാവത്തിൻ്റെ ദശയാണെങ്കിലും ഒരു ശാന്തി, ഈ ശാന്തി എന്ന് ഞാൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കില്ല എന്നല്ല, നമുക്ക് മനസ്സമാധാനം കിട്ടും, ആക്സെപ്റ്റൻസ് കിട്ടും. 12ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയിൽ, പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളാണെങ്കിൽ മീനത്തിലെ പാപഗ്രഹങ്ങളുടെ ദശയിൽ ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് കുറയും ആൾക്കാരുടെ. അവിടെ നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനത്തതായിരിക്കും, നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല. വിവാഹ ജീവിതത്തിൽ തന്നെയാണെങ്കിലും മറ്റുള്ളവരോട് പറയാൻ വിഷമമുള്ള കാര്യങ്ങളായിരിക്കാം. എല്ലാം നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നു ഇഷ്ടദൈവം വേണം, ഇഷ്ടദൈവമാണ് നമ്മളെ കാത്തുരക്ഷിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ആ ഒരു പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ എപ്പോഴും നമ്മളെ ഈ മനസ്സമാധാനം നിലനിർത്താനായിട്ട്, ഒരു കുടുംബ സുഖം എന്നുള്ളൊരു കാര്യം, അതിലപ്പുറം മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആക്സെപ്റ്റൻസ് എന്നത്, ഇന്നലെ വരെ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ് അവസ്ഥ, ഇതും മാറി വരും. എപ്പോഴും എല്ലാത്തിനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇന്ന് ഇതാണ് അവസ്ഥ, ഞാൻ അംഗീകരിക്കുന്നു. ഇന്നലെയും ഞാൻ ഭഗവതിയെ പ്രീതിപ്പെടുത്തിയിരുന്നു, ഇന്നും ഞാൻ ഈ ഒരു അവസ്ഥയിലും അത് മുടക്കില്ല, ആ പൂജാതി കർമ്മങ്ങൾ മുടക്കില്ല, ഇന്നും ഞാൻ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നു. കാരണം നമ്മൾ എത്രമാത്രം നാമജപം ചെയ്യുന്നുണ്ട്, എത്രമാത്രം സാധന ആരാധനകൾ ചെയ്യുന്നുണ്ട്, അത്രയും പെട്ടെന്ന് നമ്മുടെ പ്രാരാബ്ധങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ആ പ്രാരാബ്ധങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകാനായിട്ട് നമ്മുടെ ഇഷ്ടദൈവം നമ്മളെ സഹായിക്കും. ആ സമയങ്ങളിലാണ് നമുക്ക് ഏറ്റവും അധികം വേദന വരുന്നത്. നിങ്ങൾ നാമജപത്തിൻ്റെ എണ്ണം കൂട്ടി നോക്കൂ. അതായത് ഒരു ദിവസം 16 മാല ജപിക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും ഞാൻ 25 മാല ജപിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് ജപിച്ചു നോക്കൂ. അത്രയും പ്രാരാബ്ധങ്ങളും വരുന്നതാണ്. ഇതെന്താണ്, നമ്മളിങ്ങനെ ഒരുപാട് ജപം ചെയ്യുമ്പോൾ, ഒരുപാട് സാധനകൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ വരുന്നത്? പക്ഷെ അതൊരു രോഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളോ ഭർത്താവോ മാതാപിതാക്കളോ ആയിട്ടുള്ള പ്രശ്നമായിരിക്കാം, ജോലിസ്ഥലത്തുള്ള പ്രശ്നമായിരിക്കാം. അതിൻ്റെ അർത്ഥം എന്നത് നിങ്ങളുടെ പ്രാരാബ്ധം ചില കാര്യങ്ങൾ എന്നത് അങ്ങ് ദൂരെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിരിക്കാം. അതിനെ കുറച്ച് ലൈറ്റായിട്ട് പെട്ടെന്ന് തീർക്കുന്ന ഒരു പ്രോസസ്സിലാണുള്ളത്. ആ പ്രോസസ്സിന് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തോട്, ഏത് ദൈവത്തിൻ്റെയാണോ നാമം ചൊല്ലുന്നത് അല്ലെങ്കിൽ സാധന ചെയ്യുന്നത്, അവരോട് നന്ദി പറയണം. കാരണം
ഈ കഷ്ടങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്ന് തീർക്കുന്നുണ്ടല്ലോ, ഇനി വരുന്ന ജന്മങ്ങളിലേക്ക് അതെനിക്ക് കൊണ്ടുപോകണ്ടല്ലോ. അതുപോലെ ഈ ഒരു ആയുസ്സിൽ അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ എന്നത്. സാധനകളും 12-ാം ഭാവത്തിൽ നിന്നും അഷ്ടമഭാവത്തിൽ നിന്നും തന്നെയാണ് നമ്മൾ കാണുന്നത്. 6, 8, 12 ഭാവങ്ങളുടെ ദശാകാലങ്ങൾ എന്നത് എല്ലാവരും മോശമാണ്, 6, 8, 12 ഭാവത്തിൻ്റെ അധിപന്മാർ മോശമാണെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയുണ്ട്. അവരുടെ 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 ഒരു രീതി എന്നത് നമ്മളെ ക്ലീൻ ചെയ്യുക എന്നതാണ്. അതായത് 12-ാം ഭാവത്തിൻ്റെ അധിപൻ എന്നത് നമ്മളെ അങ്ങനെ ശുദ്ധി വരുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6-ാം ഭാവത്തിലിരിക്കുകയാണ് 12-ാം ഭാവാധിപനെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ദേഷ്യം എന്നത്, ദേഷ്യപ്പെടുന്നതിന് മുന്നേ നമ്മൾ 10 പ്രാവശ്യം ചിന്തിക്കും. അതായത് എൻ്റെ ദേഷ്യം കൊണ്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, ആ ദേഷ്യത്തെ കുറയ്ക്കാനായിട്ടുള്ള ഒരു പ്രയത്നം സ്വമേധയാ നമ്മൾ എടുക്കുന്നതായിരിക്കും. അന്ന് ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അതിനുശേഷം കുറേ സംഭവങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈഗോ കൊണ്ട്, ദേഷ്യം കൊണ്ട്, മതം, മാത്സര്യബുദ്ധി ഇതൊക്കെ കൊണ്ടാണ് എൻ്റെ ചില ജോലികൾ നഷ്ടപ്പെട്ടത്. എനിക്ക് ഒന്ന് സംയമനം പാലിച്ചിരുന്നുവെങ്കിൽ. അതുപോലെ മോഹം, ഇന്ന വ്യക്തിയോട് എനിക്ക് അമിതമായിട്ടുള്ള മോഹമുള്ളത് കൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയാൽ അവരെ മാത്രം ഓർത്തുള്ള ജീവിതം, പിന്നെ ജീവിതം അങ്ങ് സ്റ്റക്കായി പോവുകയാണ്. ആ വ്യക്തി പോവുകയും ചെയ്തു, പിന്നെ നമ്മുടെ ജീവിതമൊട്ട് മുന്നോട്ട് പോകുന്നുമില്ല. അതായത് ഈ ഷഡരിപുക്കൾ എന്നത് അത് തന്നെ കാമം. ഇതിൽ ടഫായിട്ടുള്ളൊരു കാര്യമാണ് കാമം എന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് 6-ാം ഭാവത്തിൽ 12-ാം ഭാവാധിപൻ ഇരിക്കുമ്പോൾ. അത് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേയൊക്കെ ജോലി മാറ്റം കൊണ്ടുതരുമെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം എന്നത് മുക്തനാക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും 10-ാം ഭാവത്തിൽ 12-ാം ഭാവാധിപൻ ഇരിക്കുമ്പോഴും 6-ാം ഭാവത്തിൽ 12-ാം ഭാവാധിപൻ ഇരിക്കുമ്പോഴും ഒക്കെ ആ കർമ്മവുമായിട്ട് ബന്ധം വരുന്നുണ്ട് നഷ്ടഭാവത്തിൻ്റെ അധിപന്. അതായത് മുക്തനാക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? കാരണം നമുക്ക് നിത്യവരുമാനം വേണം, എന്നാലേ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിന് ഒറ്റൊന്നേ ഉള്ളൂ. ഭഗവാൻ പറയുന്നത് അതാണ്. ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്യുമായിട്ട് നിങ്ങൾ അറ്റാച്ച്ഡ് ആകണ്ട എന്നത്. നിങ്ങൾക്കൊരു ഡ്യൂട്ടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ചെയ്യുക. അതിൽ നിന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ, ഇന്നലെ വന്ന ആൾക്ക് പ്രൊമോഷൻ കിട്ടി, സാലറി കൂട്ടി കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഇത് 6, 10 ഭാവങ്ങളിൽ 12-ാം ഭാവാധിപൻ ഉണ്ടാകുമ്പോൾ പറയുന്നതാണ്. അതുപോലെ എനിക്ക് വർക്ക് ലോഡ് അധികം വരുന്നു, എനിക്ക് വലിയ വിലയൊന്നും ഓഫീസിൽ തരുന്നില്ല. അതായത് ഞാനിങ്ങനെ അങ്ങനെ ജോലി ചെയ്തു പോകുന്നു. ഞാനൊരു ദിവസം ഓഫീസിൽ എത്തിയിട്ടില്ലെങ്കിൽ പല കാര്യങ്ങളും പിറ്റേ ദിവസത്തേക്ക് ഞാൻ ചെയ്യാനായിട്ട് ബാക്കി വെച്ചിട്ടുണ്ടാകും. എന്നാൽ പിന്നെ ആ ചെയ്യാത്ത ആൾക്കാർക്കൊട്ട് പണിഷ്മെൻറ്റോ ശകാരമോ ഒന്നുമില്ല. ഞാൻ എത്ര ചെയ്താലും അത് എന്നെ ആരും പ്രശംസിക്കുന്നുമില്ല, ഞാൻ ചെയ്യുന്ന തൊട്ട് ആരും ഗവനിക്കുന്നോ കാണുന്നോ ഒന്നുമില്ല, എനിക്ക് പ്രൊമോഷനുമില്ല, ഇൻക്രിമെൻറ്റും ഇല്ല. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഓഫീസിലൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് തന്നെ ഒരു വിനയായിട്ട് വരുന്നൊരവസ്ഥ. അതായത് ഇവിടെ ആണ് ആ ഒരു കാര്യം അപ്ലൈ ചെയ്യേണ്ടത്, ജോലി ചെയ്യുക എന്നത്. അതായത് നിത്യവൃത്തിക്കായിട്ടുള്ളൊരു ജോലി എന്ന രീതിയിലാണ് കാണേണ്ടത്. അതായത് അതുമായിട്ട് അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഏത് നിമിഷമാണോ 10-ാം ഭാവത്തിലിരിക്കുന്ന 12-ാം ഭാവാധിപൻ്റെ ദശയിൽ, അന്തർദശയിൽ, അതുപോലെ ആ ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ അന്തർദശ കാലങ്ങളിൽ നിങ്ങൾ അതുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്നത്, ആ സമയം നിങ്ങൾക്കത് വേദന തരുന്നതായിരിക്കും. പലതരത്തിലും നിങ്ങളുടെ ഈഗോ ഹേർട്ടാവും. അതിന് ഗൗനിക്കുകയേ വേണ്ട. എൻ്റെ തലയിൽ ഇങ്ങനെ ഒന്നുമില്ല, ഞാൻ ഇന്ന വലിയ കമ്പനിയിലെ മാനേജറാണ്, ആയിക്കോട്ടെ. നമ്മളെപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കുമൊക്കെ ഞാൻ എൻ്റെ മകൻ്റെ അച്ഛനാണ്, എൻ്റെ മകൻ, അങ്ങനെ ഒരു കാര്യം നമ്മളെപ്പോഴും കോൺഷ്യസ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതൊരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങളൊരു കുട്ടിയുടെ അച്ഛനാണ്, നിങ്ങളൊരു കുട്ടിയുടെ അച്ഛനാണ്, അമ്മയാണ്. പക്ഷെ സദാസമയവും നമ്മുടെ തലയിൽ ആ ചിന്തയില്ല. അതൊരു അതൊരു ഉത്തരവാദിത്തമാണ് എൻ്റെ. ഞാൻ വിവാഹം ചെയ്തു, കുട്ടികളുണ്ടായി, അവരെ പരിപാലിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ്. പക്ഷേ അതെപ്പോഴും എൻ്റെ തലയിലില്ല. അതുപോലെ ഈ ജോലി എന്ന് പറഞ്ഞിട്ട് വർക്ക് ഹോളിക് ആവരുത് എന്നൊരു ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ വർക്ക് ഹോളിക് ആവരുത്. ഓഫീസിൽ പോവുക, ജോലി ചെയ്യുക, അതുകൊണ്ട് വീട്ടിലേക്ക് വരാതിരിക്കുക. ഇതുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് നമ്മളിതൊക്കെ കൊണ്ട് വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൽ നിന്ന് ചെയ്തു തീർക്കാം. കാരണം 12-ാം ഭാവാധിപൻ എപ്പോഴും നമുക്കവിടെ ഒരു നഷ്ടമാണ് തരുന്നത്. അതിന് നഷ്ടം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മുക്തനാക്കുകയാണ് ആ കർമ്മങ്ങളിൽ നിന്ന്. അതുകൊണ്ട് എത്രമാത്രം അതെങ്ങനെയാണെന്നുള്ളത് അതിന് നടന്നു പോകാൻ അനുവദിക്കുക. ജോലി മാറ്റം ഉള്ളതായിരിക്കും ഇത്തരം സമയങ്ങളിൽ.
മറ്റൊന്ന്, പലപ്പോഴും ഇത് വിദേശത്താണ് കുറച്ചുകൂടി മെച്ചം തരിക, 12ാം ഭാവാധിപനായതുകൊണ്ട്. പിന്നെ ആ ഡെയിലി റൂട്ടീൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഡെയിലി റൂട്ടീനിൽ എപ്പോഴും തടസ്സം വരും. നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എണീക്കാം, 5 മണിക്ക് എണീക്കാം. ഒരാഴ്ച എണീറ്റിട്ട് കാര്യങ്ങൾ ഒരു വിധം റെഗുലർ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ അടുത്ത ആഴ്ച ഈ റെഗുലാരിറ്റി നഷ്ടപ്പെടുത്തും. അതാണ് 12ാം ഭാവാധിപൻ 6ാം ഭാവത്തിലിരിക്കുമ്പോൾ നമ്മുടെ റെഗുലർ റൂട്ടീൻ, നമ്മുടെ കുളിക്കുന്നതാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അത് അതുപോലെ നടക്കാൻ ആ ഒരു റെഗുലാരിറ്റി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ അതുമായിട്ട് മത്സരിക്കേണ്ട ആവശ്യമില്ല. ഗ്രഹങ്ങൾ അങ്ങനെയാണ്. അതിന് നമ്മൾ വലിയ ടെൻഷൻ എടുക്കാതിരിക്കുക, മറ്റുള്ളവരെ ശകാരിക്കാതിരിക്കുക. ഇന്നലെ എന്നെ എന്താണ് രാവിലെ ഇത്ര മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാത്തത്, അതിൻ്റെ പേരിലൊരു ലഹള. ശരിക്കും നഷ്ടം എന്നത് എല്ലാ ഭാഗത്തുകൂടെ അത് ഓരോ ഗ്രഹത്തിനനുസരിച്ചിട്ട്, ചന്ദ്രനാണെങ്കിൽ ഇമോഷണൽ പ്രോബ്ലം കൊണ്ടു തന്നിട്ട്, ചൊവ്വയാണെങ്കിൽ അവിടെ ദേഷ്യവും ഈഗോയും കൊണ്ടു തന്നിട്ട്, അങ്ങനെ പല കാര്യങ്ങളും അവിടെ വരാൻ സാധ്യതയുണ്ട്. 12ാം ഭാവാധിപൻ്റെ ഉദ്ദേശം എന്നത് നമ്മളെ മുക്തരാക്കുക എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നതും നമ്മുടെ പ്രാരാബ്ധങ്ങൾ ചെയ്ത് മുക്തരാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പലപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ആ ചക്രത്തിൽ പെട്ടുപോവുകയാണ്. കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ വീണ്ടും ആവർത്തിക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ചക്രത്തിലേക്ക് വീണു പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ച് കരകയറ്റാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം വളരെ സീരിയസ് ആയിട്ട് മനസ്സ് നിറയെ നിങ്ങളുടെ ഇഷ്ടദൈവം മാത്രമാണെങ്കിൽ നമ്മുടെ ആ പ്രാരാബ്ധത്തിൻ്റെ തീവ്രതയും കൂടും. അത് മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ ദൈവത്തോട് അടുക്കും തോറും, അതായത് എൻ്റെ സ്മരണയിലും ചിന്തയിലും എൻ്റെ നാവിലും ഞാൻ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് വേദനകൾ കൂടുകയാണ് എന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. കാരണം പ്രാരാബ്ധങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ്. കൂടുതൽ സുഖം വരുമ്പോഴാണ് നമ്മളൊന്ന് ഭയക്കേണ്ടത്, എന്താണ് ഇങ്ങനെ എന്നത്. കാരണം ഭഗവാനിൽ നിന്ന് ഞാൻ അകലുന്നുണ്ടോ എന്നത്. കാരണം സുഖത്തിലാരും അധികം ഭഗവാനെ ഓർക്കാറില്ല. നമുക്ക് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലരും വിളിക്കുന്നതും. അപ്പോൾ എല്ലാ ദിവസവും ഇതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്നത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സ്മരണയിലും അതിനെ ചിന്തിക്കാനും അതിനെ ചിന്തിച്ചിട്ട് മനനം ചെയ്യാനും, അതിനെ ചിന്തിച്ചിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു ഭാവനയിൽ മുഴുകാൻ കഴിയണം. ഒരു ഗുരുവിൻ്റെ കീഴിൽ ധ്യാനം പഠിക്കാനൊന്നും സാഹചര്യം ഇല്ലെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗമില്ല, നല്ലൊരു ഗുരുവിനെ ലഭിക്കാൻ, ചില ജാതകങ്ങളിൽ ഒരുപാട് ചിലവാക്കേണ്ടി വരും ഒരു ഗുരുവിൽ നിന്ന് ജ്ഞാനം, ഒരു അഡ്വൈസ് കിട്ടാനായിട്ട്. കാരണം അത്രയ്ക്കും ഹെവിയാണ് അവരുടെ പാപഗ്രഹങ്ങളുടെ സാന്നിധ്യമായിരിക്കും അവരുടെ 9ാം ഭാവത്തിലുള്ളത്. അതുകൊണ്ട് നല്ലൊരു ഗുരുവിൻ്റെ അഡ്വൈസ് കിട്ടാൻ, വളരെയധികം ജ്ഞാനമുള്ള ഒരു ഗുരുവിൻ്റെ അഡ്വൈസ് കിട്ടാനും അങ്ങനെ ഒരു ഗുരുവിനെ അവൈലബിളായിട്ട് കിട്ടാനും, ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് നേരിട്ട് സംസാരിക്കാൻ, ഒന്ന് ഫോണിലൂടെ സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് അവർ എന്തുകൊണ്ട് അവൈലബിൾ ആകുന്നില്ല എന്നത് നമ്മുടെ ജാതകത്തിലുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ 9ാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു വിഷമഘട്ടത്തിൽ, ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ 9ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ശനിയൊക്കെ ആണെങ്കിൽ ഡിലേ തരും. ഗുരുവിൻ്റെ മറുപടി വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ ഏകദേശം സൊല്യൂഷൻ കിട്ടിയ സമയത്തായിരിക്കാം. നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം സ്വമേധ എടുത്ത ശേഷമായിരിക്കാം. പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ, സ്വാധീനം എന്നത് ദൃഷ്ടി സംബന്ധമായാലും രാശിദൃഷ്ടിയാണെങ്കിലും ഗ്രഹദൃഷ്ടിയാണെങ്കിലും 9ാം ഭാവവുമായിട്ട് അവർക്ക് സംബന്ധമുണ്ടെങ്കിലും നിങ്ങൾക്ക് എളുപ്പമല്ല. ഒന്നുകിൽ ആ ഒരു അവൈലബിലിറ്റി എന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിരിക്കും. അതും നിങ്ങൾക്ക് തൃപ്തി തരില്ല. കാരണം ഒരു അഡ്വൈസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കാണാൻ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, പക്ഷേ ഇത്രയൊക്കെയാണ് എൻട്രി ഫീസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? പക്ഷെ നമ്മളെപ്പോഴും ആ പോയിന്റിലാണ് ചിന്തിക്കാറ്. അദ്ദേഹം ആത്മീയ ഗുരുവല്ലേ, ഒരു പ്രവചനത്തിന് ഇത്ര എൻട്രി ഫീസ് വേണോ? എന്തുകൊണ്ട് എനിക്കത് അനുഭവിക്കാൻ വരുന്നു? എൻ്റെ 9ാം ഭാവത്തിൽ ആ പുണ്യം, ഭാഗ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ 12ാം ഭാവത്തിൽ ഏത് ഗ്രഹമാണ് സ്വാധീനം ചെലുത്തുന്നത്? ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജാതകത്തിലുണ്ട്, ഓരോരുത്തരുടെയും ഉണ്ട്. അത് വളരെ ലക്കിയായിട്ടുള്ള ആൾക്കാർക്ക് ആണ് ചിലപ്പോൾ അവർക്ക് വേണ്ടി മറ്റുള്ളവർ ചില സ്ഥലങ്ങളിൽ പോയിട്ട് പരിഹാരവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നത്. അത് വളരെ, പ്രത്യേകിച്ച് ഉച്ചത്തിൽ വ്യാഴമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിക്ക് വേണ്ടി മറ്റുള്ളവർ, അത് വീട്ടിലേക്ക് അനുഗ്രഹം കൊണ്ടുവരിക എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ കാണുന്നത്. ഉച്ചത്തിൽ പാപഗ്രഹങ്ങളുടെ സ്വാധീനമില്ലാതെ ഉച്ചത്തിലിരിക്കുന്ന വ്യാഴമൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് അനുഗ്രഹം വന്നു ചേരും. അവരുടെ വരാൻ പോകുന്ന സമയം എന്നത് അതിനി 12ാം ഭാവത്തിൻ്റെയോ 8ാം ഭാവത്തിൻ്റെയോ അധിപൻ്റെ ദശയാണെങ്കിൽ പോലും അവരുടെ വരാൻ പോകുന്ന സമയം കുറച്ച് പ്രശ്നത്തിലാണ് എന്നത് വേറൊരാളായിരിക്കാം
അവർക്ക് വേണ്ടി ഒരു പക്ഷേ ഒരു ആസ്ട്രോളജറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് എന്താ പറയുക മന്ത്രിച്ച ചരട് കൊണ്ടുവന്നിട്ടോ തീർത്ഥജലം കൊണ്ടുവന്നിട്ടോ ഒക്കെ ആ ഒരു സൗഭാഗ്യം കൊണ്ടു കൊടുക്കുന്നത് മറ്റൊരാളായിരിക്കാം. അതായത് വീട്ടിലിരുന്ന് പുണ്യം നേടുക എന്നതാണ്. അതിനത്രയും പുണ്യം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. വ്യാഴം ഉച്ചത്തിലായിട്ട് വ്യാഴത്തിൻ്റെ രാശികളിൽ പാപഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴും ടഫാണ്. വ്യാഴം ഉച്ചത്തിലായിട്ട് വ്യാഴത്തിൻ്റെ രാശികളായിട്ടുള്ള മീനത്തിലും ധനുവിലും പാപഗ്രഹങ്ങളോ ശത്രുഗ്രഹങ്ങളോ ഒക്കെ ഇരുന്നാലും പ്രശ്നമാണ്. പക്ഷേ അതല്ലാതെ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴമൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അഡ്വൈസ് ലഭിക്കുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ ഇദ്ദേഹം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഒരാൾ യൂട്യൂബിൽ വന്ന് അതേപോലുള്ള കാര്യം പറഞ്ഞിട്ട് അങ്ങനെ എളുപ്പത്തിലൊരു പരിഹാരം ലഭിക്കാൻ, കാരണം അത്രയും പുണ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ടാകും. അതിന് കാരണവും നമ്മുടെ ഉള്ളിലെ ഷഡരിപുവാണ്. ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഒരാൾ ജ്ഞാനം ഉപദേശിക്കുമ്പോഴും അത് അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മളുടെ ലഗ്നാധിപൻ ശരിയായിരിക്കണം. ലഗ്നമാണ് എല്ലാം. മൊത്തത്തിൽ നമ്മുടെ ഒരു ശരീരഭാവം എന്നത് ലഗ്നാധിപനാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ 9ാം ഭാവാധിപൻ്റെ അവസ്ഥ, അത് പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിലോ അത് 6, 8, 12 ഭാവങ്ങളിലോ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ 12ാം ഭാവം എന്നത് നമ്മുടെ പൂർവ്വജന്മം, പിതൃക്കൾ, പരാശക്തികളിൽ നിന്നുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാവവും ഒക്കെ പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് ആക്സെപ്റ്റൻസ് കുറയുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ചക്രത്തിലേക്ക് പെട്ടിട്ട് ജ്ഞാനം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. ചില പുണ്യങ്ങൾ കൊണ്ട് നമുക്ക് അറിവുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരുന്നുണ്ടാകും. പുസ്തകത്തിൻ്റെയും വീഡിയോയുടെയും അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത, നിങ്ങൾ വാങ്ങി പഠിച്ച കോഴ്സുകൾ, അത് ആസ്ട്രോളജി കോഴ്സ് ആയിക്കോട്ടെ, മറ്റ് സാധനകൾ, ഗുരുവിൻ്റെ കീഴിൽ പഠിച്ച നല്ല ദക്ഷിണയ്ക്ക് കൊടുത്ത് പഠിച്ച സാധനങ്ങളായിക്കോട്ടെ, അറിവ് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടാകും. പക്ഷെ അതിനെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, അതിൻ്റെ സത്ത് എത്രമാത്രം നിങ്ങൾക്ക് പാനം ചെയ്യാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമാണ് പറയുന്നത്. ഈ 2 ഭാവത്തിൻ്റെയും ആധിപത്യം വ്യാഴത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും വ്യാഴം നല്ലതായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 12ാം ഭാവത്തെക്കുറിച്ച് ആ ഒരു മിഥ്യ വേണ്ട, നമ്മളതിനെ മനസ്സിലാക്കുക. നമ്മളെ മുക്തരാക്കാൻ, നമ്മളെ ചില കർമ്മബന്ധങ്ങളിൽ നിന്ന്, നമ്മുടെ തന്നെ രോഗം, ശത്രു, കടം എന്ന 12ാം ഭാവാധിപൻ്റെ ഓപ്പോസിറ്റുള്ള ഭാവം എന്നത് 6ാം ഭാവമാണ്, നാച്ചുറൽ സോഡിയാക്കിലെ ആണെങ്കിലും. അപ്പോൾ ഈ ഒരു കാര്യം, നമ്മുടെ രോഗം, ശത്രു, കടം 12ാം ഭാവത്തിൻ്റെ ദശയിലാണ് പലപ്പോഴും ഈ കേസുകളും വഴക്കുകളൊക്കെ വരാനുള്ള സാധ്യതയും. കാരണം പല നഷ്ടങ്ങളും 12ാം ഭാവത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് 6ാം ഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അത് കേസുകളൊക്കെ ആയിട്ട് വരാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഈ ഒരു ദശാകാലത്ത് വിട്ടുകൊടുത്തേ പറ്റൂ. നമ്മൾ ഇങ്ങനെയുള്ള അന്തർദശാകാലങ്ങളിൽ നമ്മൾ കേസുകളൊക്കെ വരുമ്പോൾ പുറമേ നിന്ന് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നമുക്ക് തീർച്ചയായിട്ടും കുനിഞ്ഞു കൊടുക്കേണ്ടി വരും, നഷ്ടം വരും. അത് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രഹം നിങ്ങളെ അതിൽ നിന്ന് മുക്തരാക്കിയിരിക്കുന്നു. അതല്ല, ഞാനിതെന്തായാലും പൊരുതി ജയിക്കുമെന്ന് പറയുമ്പോൾ അതിനോടൊപ്പമുള്ള നഷ്ടങ്ങളും സഹിക്കാം. ഒരു പക്ഷെ നിങ്ങൾ കേസ് ജയിച്ചു എന്ന് വരും, പക്ഷെ ആ 12ാം ഭാവത്തിൻ്റെ എനർജി എന്നത്, അതായത് 12ാം ഭാവാധിപൻ 6ാം ഭാവത്തിലിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കേസ് നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കുക, മറ്റു പല ഗ്രഹങ്ങളുടെ സപ്പോർട്ടോടു കൂടി. പക്ഷെ ആ ഗ്രഹം തരാനിരിക്കുന്ന ആ ഒരു ജ്ഞാനം എന്നത്, മുക്തി തരിക എന്നത്, അത് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. അത് പിന്നീട് രോഗമായിട്ടായിരിക്കും വരുന്നത്. കാരണം ആ ഒരു എനർജി, ആ ഒരു ഗ്രഹം തരാനിരിക്കുന്ന ഒരു വൈബ്രേഷൻ എന്നത് അതിൻ്റെ ഒരു ഏരിയ മാറി അത് പ്രയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കണമെന്നത്. 12ാം ഭാവാധിപനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്നത് ദാനധർമ്മങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ 12ാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു, എങ്ങനെയാണ് 12ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ, അതിനനുസരിച്ചിട്ടാണ്. ജനറലി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ്. അത് 12ാം ഭാവാധിപൻ്റെ ദശ വരാനൊന്നും കാത്തു നിൽക്കേണ്ട. നിങ്ങളിനി ഏത് പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിലും നമ്മളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ദാനധർമ്മങ്ങൾ ചെയ്യണം. ഈ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്ന ആൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഇത് തീർച്ചയായിട്ടും അന്നദാനത്തിലേക്ക്. അതുകൊണ്ടാണ് എപ്പോഴും അമ്പലങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് പ്രസാദമായിട്ട് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് അമ്പലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മീനത്തിൻ്റെയും ധനുവിൻ്റെയും അധിപനാണ് വ്യാഴം. ഈ വ്യാഴത്തിൻ്റെ ദശാകാലങ്ങളിലാണെങ്കിലും വ്യാഴം ഉച്ചത്തിലാവുന്നത് കർക്കിടകത്തിൽ ആഹാരത്തിൻ്റെ രാശിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അന്നദാനം എന്നത് മഹത്താണ്. അതുകൊണ്ട് അന്നദാനത്തിലേക്ക്
കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കൊടുക്കുമ്പോഴും നമ്മൾ പിതൃക്കളുടെ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റിനായിട്ട് അവർക്ക് മോക്ഷത്തിനായിട്ട് ഒക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാവുന്നതുമാണ്. നമ്മുടെ ഉദ്ദേശം എന്നത് പിതൃക്കളുടെ ശാന്തി മോക്ഷമായിരിക്കണം. പ്രത്യേകിച്ച് അമാവാസി, പൂർണിമ, മലയാള മാസം 1-ാം തീയതിയൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴും ചെയ്യാവുന്നതാണ്. ശിവരാത്രി, കൃഷ്ണാഷ്ടമി അങ്ങനെയുള്ള സ്പെഷ്യൽ അവസരങ്ങളിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് ഗോശാലകളിലേക്ക് ദാനം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും 12-ാം ഭാവത്തിൽ ഉച്ചത്തിലാവുന്ന ഗ്രഹമാണ് ശുക്രൻ എന്നത്. അതുകൊണ്ട് ശുക്രൻ ഒന്നുകൂടി അത് നമ്മുടെ സന്തോഷത്തിൻ്റെയും കാരകഗ്രഹമാണ്. ഏറ്റവും നല്ല ജ്ഞാനം തരുന്ന ഒരു ഗ്രഹം ശുക്രൻ കൂടിയാണ്. പ്രത്യേകിച്ച് താന്ത്രികമായിട്ടുള്ള അറിവുകൾ തരുന്നതും ശുക്രൻ തന്നെയാണ്. സമൂഹത്തിലേക്ക് എന്തും കൊടുക്കുന്ന ആൾക്കാർ ശുക്രൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോൾ നോക്കിയാലും അറിയാം ആരുടെ ജാതകത്തിലാണോ ശുക്രൻ വളരെ നല്ല അവസ്ഥയിലിരിക്കുന്നത് അവർ സ്നേഹമായിട്ടും ഇമോഷണൽ സപ്പോർട്ടായിട്ടും ധനമായിട്ടും എപ്പോഴും സമൂഹത്തിലേക്ക് കൊടുക്കുന്നവരായിരിക്കാം. പുറമേ നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവർ ശുക്രൻ്റെ സ്വാധീനമുള്ളവരായതുകൊണ്ട് അവർ മേക്കപ്പ് ചെയ്തിട്ടും പലതരത്തിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടും ഒരുപക്ഷെ അവരുടെ വാഹനങ്ങളും അല്ലെങ്കിൽ ഒരുപക്ഷെ ശുക്രൻ്റെ സ്വാധീനം കൂടുതലുള്ളവരാണ് മറ്റ് മീഡിയയിലൊക്കെ കാണുന്നത്. അങ്ങനെ പുറമേന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഇവരെ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണില്ലെങ്കിലും അവരുടെ രഹസ്യമായിട്ടുള്ള അവരുടെ ദാനധർമ്മങ്ങൾ എന്നത് ശുക്രൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യും. അതുകൊണ്ടാണ് അവർക്കത് കൂടിക്കൂടി വരുന്നത്. കൊടുക്കുന്നവനേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് 12-ാം ഭാവത്തിൽ ഇരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിലും 12-ാം ഭാവാധിപൻ്റെ ദശയാണെങ്കിലും തീർച്ചയായിട്ടും ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത്. അപ്പോൾ ഒരുപാട് പാപഗ്രഹങ്ങളുടെ സ്വാധീനം 12-ാം ഭാവത്തിലുണ്ടാകുമ്പോൾ, മീനത്തിലുണ്ടാകുമ്പോൾ അത് ഹോസ്പിറ്റൽ എക്സ്പെൻസിനെ കാണിക്കുന്നു. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവാവുക എന്നത് കാണിക്കുന്നു. ഉദാഹരണത്തിന് മീനം ലഗ്നം, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ ശുക്രനോടൊപ്പമൊക്കെ ലഗ്നത്തിലുണ്ടെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രോഗമില്ലെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, ബുധൻ കൂടിയുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബന്ധുക്കൾക്ക് വേണ്ടിയായാലും ശനി കൂടിയുള്ളത് കൊണ്ട് 11-ാം ഭാവാധിപനാണ് മീനം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരം അന്തർദശ കാലങ്ങളിലൊക്കെ സുഹൃത്തുക്കൾ, കൊലീഗ്സ് ഇവരെയൊക്കെ സങ്കടങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങിക്കൊണ്ടുപോകും, തിരിച്ചു തരില്ല. കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകേണ്ടതാണ്. സ്വമേധയാ ദാനധർമ്മം ചെയ്യുന്നില്ലെങ്കിൽ ആൾക്കാർ വന്നു കൊണ്ടുപോകും. ശനി ലഗ്നത്തിലുള്ളത് കൊണ്ട് മീനം എന്നത് 12-ാം നാച്ചുറൽ സോഡിയാക്കിലെ 12-ാം ഭാവമാണ്. അപ്പോൾ ശനി ലഗ്നത്തിലുള്ളത് കൊണ്ട് 11-ാം ഭാവത്തിലെ ആൾക്കാർ, അവിടെ 11-ാം ഭാവം എന്നത് മകരമാണ്. ജോലി സ്ഥലത്തുള്ള ആൾക്കാർ, കസിൻസ് ആയിക്കോട്ടെ, 11-ാം ഭാവം കസിൻസ്, എക്സ്റ്റെൻഡഡ് ഫാമിലി, മുതിർന്ന സഹോദരങ്ങൾ, അങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് അത് എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഇത് രോഗമായിട്ട് വരും. അതുകൊണ്ട് ദാനധർമ്മം എന്നത് എപ്പോഴും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ, 12-ാം ഭാവം, 12-ാം ഭാവത്തിൻ്റെ അധിപൻ, 12-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹം ഇത് തന്നെയാണ് കേതുവിൻ്റെയും. അതും ഇതുപോലെ വിട്ടുകൊടുക്കുന്നതാണ്. ആത്യന്തികമായിട്ട് കേതുവിൻ്റെ ദശാകാലത്തുള്ള ഉദ്ദേശം എന്നത് നമ്മളെ മുക്തരാക്കാൻ, പ്രാപ്തരാക്കുക, എല്ലാത്തിനോടും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേതു നമ്മളെ കൊണ്ട് എത്തിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത് മുക്തിയാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. 12-ാം ഭാവത്തിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നന്ദി പറയാൻ. എന്തൊക്കെയുണ്ട് നമുക്ക് കാഴ്ചയുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കുടിക്കാൻ വെള്ളമുണ്ട്, ബേസിക് നീഡ്സ് നടക്കുന്നതിനെ പറ്റി നമ്മൾ എപ്പോഴും ഓർക്കാറില്ല. അപ്പോൾ രാവിലെ എണീറ്റാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു തന്ന ദൈവത്തിനോട്, ഭഗവാനോട് നന്ദി പറയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ എത്രമാത്രം നമ്മൾ നന്ദി പറയുന്നുവോ അത്രയും നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ഭഗവാൻ കൊണ്ടുതരും. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ 12-ാം ഭാവം, 12-ാം ഭാവാധിപനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.